ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ്. കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് പോളാൻ കമ്പനി പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോളാൻ കമ്പനി പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോളാൻ കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വൻമള. പ്രധാന വാർത്തകൾ. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 50,000-ൽ പുറത്തൊരു രൂപ പിടികൂടി. ഉറകുന്നിൽ വീണ്ടും വാഹനാപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽ പറ്റിയത്. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗുരുവന്ദനം പദ്ധതിയുടെ 1ാം വാർഷികം ആഘോഷിച്ചു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ആര്യങ്കാവിൽ എത്തിയത്. വിജിലൻസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ നികുതിയുടെ ഭാഗമായാണ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തിയത്. മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിൽ നിന്നും പിടിച്ചെടുത്ത 50,000 രൂപ പലയിടത്തായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. 5,000 രൂപ ഓഫീസിലെ പിയൂണിന്റെ പക്കൽ നിന്നും, 16,000 രൂപ പണം നീക്കം ചെയ്യുന്ന ഏജന്റിന്റെ പക്കൽ നിന്നും, 2,000-ഓളം രൂപ ഓഫീസിലെ താൽക്കാലിക സ്വീപ്പറുടെ പക്കൽ നിന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഓണക്കാലത്ത് വിജിലൻസ് 24 മണിക്കൂർ ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയ 3 ദിവസങ്ങളിൽ ലക്ഷങ്ങളുടെ
നികുതി വർധന വാർത്തയായിരുന്നു. തുടർന്ന് ചെക്ക് പോസ്റ്റിലെ അഴിമതിക്ക് തടയിടാൻ സർക്കാരിന് ആയില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വീണ്ടും ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലി പണം വിജിലൻസ് പിടിച്ചെടുക്കുവാനുണ്ടായ സാഹചര്യം. വിജിലൻസ് പണം പിടികൂടുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതല്ലാതെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വിരളമാണ്. ഇത്തരത്തിൽ വർഷം 1-2 വിജിലൻസ് റെയ്ഡ് ഒഴിച്ചാൽ സർക്കാർ ഖജനാവിൽ കോടികളുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിഷയത്തിൽ നോക്കുകുത്തികളാണ്. ചെക്ക് പോസ്റ്റിൽ എത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം വൻ തുക പിരിവ് നൽകുന്നതുകൊണ്ടാണ് വിഷയത്തിൽ ആരും പ്രതികരിക്കാത്തതെന്നും ആക്ഷേപമുണ്ട്. ഇതുകൂടാതെ LDF ഭരണകാലത്ത് തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലി വാങ്ങുന്നത് ഒരു പരിധിവരെ കുറവുണ്ടായിരുന്നു എന്നാണ് ഒരു ഭാഗം ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ. കൊല്ലം വിജിലൻസ് ഡിവൈഎസ്പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിജിലൻസ് CIമാരായ ജ്യോതികുമാർ, സിനി ടെന്നീസ്, അജയ്നാഥ്, ജോസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. സംസ്ഥാനത്ത് കാർഷിക മേഖല തീർത്തും പരാജയമാണെന്ന് അഡ്വക്കേറ്റ് കെ രാജു MLA. പത്തനാപുരത്ത് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയും അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ പദ്ധതികളിലെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ള അതിന്റെ റിസൾട്ട് പൊതുവായി പരിശോധിക്കുമ്പോൾ ഈ മേഖലയിൽ നമുക്ക് എത്രമാത്രം പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അത് വേണ്ടത്ര ആയി എന്ന് പറയാൻ വേണ്ടി കഴിയുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോ നെൽകൃഷി അത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് അന്യം നിന്നുപോയ സാഹചര്യത്തിൽ വീണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നെൽകൃഷിയുടെ കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ ആവശ്യമായിട്ടുള്ള നീക്കം ഗവൺമെന്റും ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നാം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ നെല്ലുൽപാദനം കാര്യമായ ഒരു വർധനവും ഉണ്ടായതായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ നെൽകൃഷിയുടെ മൊത്തം ഉത്പാദനത്തിൽ എത്രമാത്രം വർധനവ് വന്നു എന്ന് പരിശോധിക്കുമ്പോൾ, നെല്ലിന്റെ ഉത്പാദനത്തിൽ എത്രമാത്രം വർധനമുണ്ടായി എന്ന് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യമായ പുരോഗതി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. പത്തനാപുരം ഫാത്തിമ ടൂറിസ്റ്റ് ഹോമിൽ നടന്ന എഗർ നഴ്സറി ഫാർമേഴ്സ് പൌൾട്രി ഇംപ്രൂവ്മെന്റ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ജില്ലാതല പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പൌൾട്രി മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയും സംസ്ഥാനത്തെ പൌൾട്രി മേഖലയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പുതിയ സംഘം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സംഘം പ്രസിഡന്റ് R. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. KLDC ചെയർമാൻ ബെന്നി കക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. മറ്റ് സഹകരണ സംഘങ്ങളെ പോലെ ഇതിനൊരു നിക്ഷേപം നൽകിക്കൊണ്ട് ഈ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംരംഭത്തിന് വേണ്ടിയാണ് ഇപ്പൊ നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ്, G. വിശ്വനാഥൻ, ഓണററി സെക്രട്ടറി അജിത് കുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് പുതിയ പദ്ധതി ആരംഭിച്ചു. KB ഗണേഷ് കുമാർ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആഹാര സാധനങ്ങളിലെ മാലിന്യം, പ്രധാനമായും ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, രാസ കീടനാശിനികൾ, രാസവളം, ഇത് കുറേശ്ശെയായി നമ്മുടെ ശരീരത്തിൽ ഉള്ളിലെത്തുകയും അത് നമ്മുടെ കോശങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് ക്യാൻസർ എന്ന മാരകരോഗം ഉണ്ടാകുന്നത്. കോശങ്ങളുടെ രൂപമാറ്റം സംഭവിച്ചുള്ള വളർച്ചയാണ് ക്യാൻസർ. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്ന പല ആളുകളെയും ക്യാൻസറിന്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അകാലത്തിൽ വേർപെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്യാൻസർ ആണെങ്കിലും ഹൃദ്രോഗമാണെങ്കിലും ഒക്കെ ഈ വിഷവസ്തുക്കൾ ശരീരത്തിന്റെ ഉള്ളിൽ ചെല്ലുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KB സജീവ്, MS സുധ, R. രഞ്ജിത് ബാബു, AB അൻസാർ, H. റിയാസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഉറുകുന്നിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്.
ഉറുകുന്നു കനാൽ പാലത്തിന് സമീപമായിരുന്നു അപകടം. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നും പമ്പയിലേക്ക് പോവുകയായിരുന്ന മിനി ബസും ശബരിമലയിൽ ദർശനം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഉറുകുന്നു കനാൽ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ വാൻ ഡ്രൈവർ മുരുകനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച വാൻ ബസിൽ ഇടിക്കുകയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിലെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചിരുന്നു. എന്നാൽ മണ്ഡലകാലത്ത് അമിത വേഗതയിലെത്തുന്ന അയ്യപ്പന്മാരുടെ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഹൈവേ പോലീസിനോ കഴിയുന്നില്ല. പോലീസ് വാഹന പരിശോധനയിൽ നിന്നും ഇവരെ പൂർണ്ണമായും ഒഴിവാക്കാറാണ് പതിവ്. തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ അമിത വേഗതയെക്കുറിച്ച് നിരവധി പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇത് കാര്യമായി എടുക്കാറില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. മലയാള നാട്ടിൽ ഇനി വ്യാപാര മഹോത്സവം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഗുണമേന്മയിൽ മാത്രം വിശ്വാസമർപ്പിച്ച് 30-ലധികം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. വിവാഹ സാരികൾ, ബ്രാൻഡഡ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ. ഗായത്രി ടെക്സ്റ്റൈൽസ്, PNS കോംപ്ലക്സ്, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasion. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. പുനലൂർ ബാലൻ പുരസ്കാരദാന ചടങ്ങ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രനിൽ നിന്നും അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ പുനലൂർ ബാലൻ എന്ന കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മഹാവ്യക്തിത്വത്തിന്റെ പേരിൽ ഒരു അവാർഡ് ഇവിടെ ഏർപ്പെടുത്തി അവാർഡ് നൽകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കവി എന്ന നിലയിൽ പുനലൂർ ബാലൻ മലയാള സാഹിത്യത്തിലും മലയാള ജീവിതത്തിലും ഒരിക്കലും മറക്കാനാകാത്ത വ്യക്തിമുദ്രയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സുരേഷ് കുമാർ രാഷ്ട്രീയത്തിൽ വലിയ തലങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായത്. 2 തവണ പുനലൂർ
മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയപ്പോഴും ആ പ്രതീക്ഷ ഞങ്ങളെല്ലാവരെയും മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് കൂടുതൽ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ഉയരേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയേറെ പ്രതീക്ഷകൾ ജനങ്ങളുടെ മനസ്സിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഉണർത്തിയിട്ടുള്ള ഒരു നേതൃത്വമാണ് സുരേഷ് കുമാർ എന്നുള്ളത്. ഇനിയും സമയമൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും അവസരമുണ്ട്, മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഇനിയും ധാരാളമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിന്റെ പത്നിയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ആ കുടുംബവുമായിട്ട് വളരെയേറെ വ്യക്തിപരമായ ബന്ധമില്ല. ശ്രീ സുരേഷ് കുമാർ രാഷ്ട്രീയത്തിൽ 2 തലങ്ങളിൽ നിന്നാണ് ഞങ്ങൾ പ്രവർത്തിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി എനിക്ക് വലിയ മതിപ്പാണ്. നല്ലൊരു പ്രാസംഗികൻ, നല്ല ഒരു അഭിഭാഷകൻ, അതെല്ലാം ഉപരിയായി നന്നായി പാടുന്നയാളാണ്. നിങ്ങൾക്കറിയത്തില്ല, നന്നായിട്ട് പാട്ടൊക്കെ പാടും, നന്നായിട്ട് പാട്ട് പാടുന്നയാളാണ്. കൊല്ലം ജില്ലയിൽ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തി സമീപ കാലങ്ങളിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സുരേഷ് കുമാറാണ്. അത്രമാത്രം വളരെയേറെ ബഹുമുഖമായ കഴിവുകളുള്ള വ്യക്തിത്വമുള്ള ഒരാളാണ് അദ്ദേഹം. കേരള ഫോക്കസ് ഏർപ്പെടുത്തിയ പുനലൂർ ബാലൻ പുരസ്കാരം മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിന് നൽകി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുനലൂരിൽ ഉടൻ സബ് കോടതി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏടാച്ചേരി രാമചന്ദ്രൻ പുരസ്കാര ദാനം നടത്തി. കെ രാജു MLA അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ രാജീവ് അഞ്ചൽ, നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, പുനലൂർ മധു, ഡോക്ടർ KT തോമസ്, PP ഉണ്ണികൃഷ്ണൻ, B രാധാമണി, വിഷ്ണുദേവ്, D സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഒരു കൊടും കാറ്റിന്റെ കൈകളിൽ തട്ടി മഴമുകിലെങ്ങോ പറന്നു അവളുടെ മാമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാനിൽ അവളുടെ മാമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർവാനിൽ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ. പുനലൂർ ബാലന്റെ മക്കളായ അനിത ബാലൻ, സന്ധ്യ ബാലൻ എന്നിവർ പുരസ്കാര ജേതാവിന് ഓർമ്മ പുസ്തകം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വെഞ്ചേമ്പ് പൗരസമിതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച സംഘടിപ്പിക്കും. സാംസ്കാരിക സമ്മേളനം NK പ്രേമചന്ദ്രൻ MPയും കവി സദസ്സ് സംവിധായകൻ MA നിഷാദും ഉദ്ഘാടനം ചെയ്യും. വെഞ്ചേമ്പ് ആസ്ഥാനമായി പൗരസമിതിയുടെ ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും പ്രതിഭാ പുരസ്കാരദാന സമ്മേളനവും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വെഞ്ചേമ്പ് മാർക്കറ്റ് ജംഗ്ഷനിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. വെഞ്ചേമ്പിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സാമൂഹിക നന്മ കാംക്ഷിക്കുന്ന മുഴുവൻ സുമനസ്സുകളെയും കോർത്തിണക്കി വെഞ്ചേമ്പ്, വാഴവിള, മൂർത്തിക്കുന്ന്, ചേറ്റുകുഴി തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് വെഞ്ചേമ്പ് പൗരസമിതി രൂപീകൃതമായിരിക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഊന്നിയും സത്സ്വഭാവികളായ പൌരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും സാമൂഹിക വിപത്തുകളായ വർഗീയ തീവ്രവാദം, മദ്യ മയക്കുമരുന്നുകൾ തുടങ്ങിയവയ്ക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും രൂപീകൃതമായിട്ടുള്ള ഈ സംഘടന രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാന മാർഗത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് മുഖ്യമായും ലക്ഷ്യമിടുന്നത്. നാട്ടിലെ വ്യത്യസ്ത രാഷ്ട്രീയ ജാതിമത വിഭാഗങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും ഒക്കെ അതീതമായി സമന്വയിപ്പിച്ചുകൊണ്ട് കൂട്ടിയിണക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവികളോടുള്ള സ്നേഹവായ്പകളും ഒക്കെ പ്രതിബദ്ധതയായും ലക്ഷ്യമായും മുന്നിൽ കണ്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ വികസന പുരോഗതിക്ക് വേണ്ടി അടിസ്ഥാന ലക്ഷ്യമിട്ടുകൊണ്ട് ഇതര പൗരസമിതിയേക്കാൾ ഉപരിയായി പ്രതിഭകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് വെഞ്ചേമ്പിലും ഒരു പൗരസമിതി രൂപീകൃതമായിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക സദസ്സും കവിയരങ്ങും നടക്കും. പ്രശസ്ത സിനിമാ സംവിധായകൻ MA നിഷാദ് ഉദ്ഘാടനം നിർവഹിക്കും. ശ്രേഷ്ഠ ഭാഷ മലയാളം ശാസ്ത്രകലാ സാഹിത്യ സെക്രട്ടറി ഉണ്ണി പുത്തൂർ കവിയരങ്ങിന് നേതൃത്വം നൽകും. താഴ്വര ഗോപിനാഥ്, മാലൂർ മുരളി, കൈക്കുളങ്ങര സ്വാമിനാഥൻ, സജീദ സൈബദ കരിങ്ങന്നൂർ,
നീലേശ്വരം കൃഷ്ണൻകുട്ടി, പ്രകാശ് വെട്ടിക്കവല എന്നിവരാണ് കവിയരങ്ങിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് വെഞ്ചേമ്പ് പൌരസമിതി സെക്രട്ടറി ജി മോഹൻദാസ് സ്വാഗതവും വെഞ്ചേമ്പ് പൌരസമിതിയുടെ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് പി വിജയരാഘവൻ പൌരസമിതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP-യും പ്രതിഭകളെ ആദരിക്കൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവും നിർവഹിക്കും. K പൊന്നപ്പൻപിള്ള, T കുഞ്ഞുണ്ണിപ്പിള്ള, അബ്ദുൽ കരീം സാഹിബ്, തോയ്ത്തല വേലായുധൻ, നരിക്കൽ ഫാസി, KY തോമസ് എന്നിവരാണ് ആദരിക്കപ്പെടുന്നത്. APJ അബ്ദുൽ കലാം സ്മാരക ശാസ്ത്ര പ്രതിഭാ പുരസ്കാരം പുനലൂർ DYSP S മധുസൂദനൻ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ റിസർച്ച് ടൈപ്പ് പ്രോജക്ടിൽ A ഗ്രേഡ് നേടിയ കുമാരി അജ്മി S-ന് നൽകും. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, നെൽസൺ സെബാസ്റ്റ്യൻ, B സരോജദേവി, V രാജൻ, ജയലക്ഷ്മി, പെരവന്തൂർ ഗോപാലകൃഷ്ണൻ, S വിദ്യ, M നാസിറ, ജയശ്രീ, കുഞ്ഞുമോൻ നമ്പിശ്ശേരി തുടങ്ങിയവർ സംസാരിക്കും. അഡ്വക്കേറ്റ് P വിജയരാഘവൻ, P കുഞ്ഞുണ്ണിപ്പിള്ള, CB തുമ്പശ്ശേരി, ഷാജി നെടുങ്കുഴി, ഡോക്ടർ ഹബീബ് മുഹമ്മദ്, നരിക്കൽ ഫാസി എന്നിവരാണ് ഉപദേശക സമിതി അംഗങ്ങൾ. G മോഹൻദാസ് പ്രസിഡന്റും പ്രൊഫസർ പ്രവീൺകുമാർ, ബേബി അടിവള്ളൂർ, MA ഇസ്മയിൽ, നാഗൂർ കനി എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, MA ജലീൽ ജനറൽ സെക്രട്ടറിയും, കുഞ്ഞുമോൻ നമ്പിശ്ശേരി ട്രഷററും, സോമരാജൻ, നാസർ, KP ബേബി എന്നിവർ സെക്രട്ടറിമാരുമാണ്. അജി, N സലീം, ഭാസ്കരൻ, ഇല്യാസ്, ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. ഈ സംഘടന ഈ സംഘടനയ്ക്ക് ഭദ്രദീപം കൊളുത്തി അനുഗ്രഹിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിലെ വെഞ്ചേമ്പിന്റെ ഒന്നാം പൌരനായ ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് P വിജയരാഘവനാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തുടങ്ങിവെച്ച് ഈ നാട്ടിന് സംഭാവന ചെയ്ത പ്രസ്ഥാനങ്ങളുണ്ട്. വായനശാല, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അദ്ദേഹം തുടങ്ങിവെച്ച് ഞങ്ങൾക്ക് 50 വർഷത്തിലധികമായി 50-60 വർഷമായി ഈ നാട്ടിൽ ഇന്നും ഭംഗിയായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഈ സംഘടനയും പ്രവർത്തിക്കും, വളരും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗുരുവന്ദനം പദ്ധതിയുടെ 1ാം വാർഷികം ആഘോഷിച്ചു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും മറ്റു പലതിന്റെയും ദൂതന്മാരാണ്, ആ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നിന്ന് ഈ ഗാന്ധി ഭവനിൽ നിന്ന്. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗുരുവന്ദനം പദ്ധതിയുടെ 1ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. കിരാത കാഴ്ചകൾ കണ്ട് അരുതേ എന്ന് പറയുന്നവർക്ക് മാത്രമേ സാമൂഹ്യ പ്രവർത്തകൻ ആകാൻ കഴിയൂവെന്നും മനുഷ്യത്വമാണ് മനുഷ്യധർമ്മമെന്നും മനുഷ്യത്വം ചോർന്നവരാണ് മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മറക്കുന്നവരെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു സോഷ്യൽ വർക്കർ, സാമൂഹ്യ പ്രവർത്തകരാണ്. അദ്ദേഹം സമൂഹത്തിലെ കാഴ്ചകളെല്ലാം കാണുന്ന ഒരു കാഴ്ച കണ്ടാലും കണ്ടോ ചില ഞാൻ തന്നെ ഈ സ്ഥലങ്ങള് നമ്മുടെ ഈ ഗാന്ധിഭവന്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുപോയി കാണിക്കുകയാണ്. ഇതിന്റെ എത്രയോ വികൃതമായ, ഇതിന്റെ എത്രയോ ഭീകരമായ, ഇതിന്റെ എത്രയോ ഭീഭത്സമായ മുഖങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആ മുഖങ്ങളും ആ കാഴ്ചകളും കാണുന്നവൻ മാത്രമേ സാമൂഹ്യ പ്രവർത്തനാകുകയുള്ളൂ. അല്ലാതെ കാഴ്ചകൾ കണ്ട് ചിലതിനോട് താല്പര്യം കാണിക്കുകയും ചിലതിനോട് കണ്ണടയ്ക്കുകയും ചെയ്യുന്നവൻ സാമൂഹ്യ പ്രവർത്തകനല്ല. സമൂഹത്തിലെ കാഴ്ചകൾ കാണുകയും ആ കാഴ്ചകൾക്ക് നേരെ കണ്ണടയ്ക്കാതിരിക്കുകയും ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ കണ്ടാൽ, ചില കാഴ്ചകൾ, കിരാതമായ കാഴ്ചകൾ, ആ കിരാതമായ കാഴ്ചകൾ കണ്ടാൽ അരുത് എന്ന് പറയാനുള്ള ആ മാനസിക ശക്തി ഉള്ളവർ മാത്രമേ സാമൂഹ്യ പ്രവർത്തനം
ചടങ്ങിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് മെമ്പർ ഷാഹിദ കമാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, വാർഡ് മെമ്പർ എസ് എം ഷെരീഫ്, ഗാന്ധിഭവൻ ഭാരവാഹികളായ ഡോക്ടർ സോമരാജൻ, വിജയൻ അമ്പാടി, എം ടി ബാബ, പി എസ് അമൽരാജ്, ജി ഭുവനചന്ദ്രൻ, ബി വി നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച അധ്യാപകരായ പ്രൊഫസർ എം സത്യപ്രകാശം, വി അബ്ദുൾ ഖാദർ, വർഗീസ് പട്ടാഴി തുടങ്ങിയവരെ ആദരിച്ചു. ചിന്നമ്മ ജോൺ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രസ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ചിത്രയിൽ സംഘടിപ്പിച്ച പൊതുജന സമ്പർക്ക പരിപാടി ശ്രദ്ധേയമായി. പരിപാടിക്ക് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രസ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ചിത്രയിൽ സംഘടിപ്പിച്ച പൊതുജന സമ്പർക്ക പരിപാടിയാണ് അവസാന ഘട്ടത്തിൽ. വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി കുട്ടികളും പരിപാടിക്ക് എത്തിയിരുന്നു. തുറമുഖ വകുപ്പ്, ശുചിത്വ മിഷൻ, ചൈൽഡ് ലൈൻ, ആരോഗ്യ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, KSCB എന്നിവയുടെ എക്സിബിഷൻ സ്റ്റാളുകളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിവരണം നൽകി. കപ്പലുകളുടെ പ്രധാന ഭാഗങ്ങളുടെ ചെറുമാതൃകൾ, ഫയർഫോഴ്സിന്റെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, KSCBയുടെ ഡെമോ ക്ലാസ് എന്നിവയും കൃഷിവകുപ്പ്, ഫിഷറീസ്, ആരോഗ്യ വിഭാഗം എന്നിവയുടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. പരിപാടിയുടെ ഭാഗമായി പ്രദേശത്തെ സ്കൂളുകൾ കുട്ടികളെ പങ്കെടുപ്പിച്ച് ക്വിസ് മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ എന്നിവയും നടത്തി. കൂടാതെ കുടുംബശ്രീ പ്രവർത്തകരുടെ സ്റ്റാളുകളിൽ അവശ്യ സാധനങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ. കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 2271 342. ചരിത്ര സ്മാരകത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. പുനലൂർ തൂക്കുപാലം ഉടൻ സഞ്ചാരികൾക്കായി തുറന്നു നൽകും. പുനലൂരുകാരുടെ ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. തൂക്കുപാല നവീകരണം 90% പൂർത്തിയായി. ഇനി കൽത്തൂണുകളിലെ പെയിന്റിംഗ് മാത്രമാണ് ബാക്കി. 1877 സ്ഥാപിതമായ തൂക്കുപാലം തകർച്ചയെ തുടർന്ന് 2 ദശാബ്ദത്തിൽ പുറത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആദ്യഘട്ട നവീകരണം അഴിമതിയിൽ മുങ്ങി. വിജിലൻസ് അന്വേഷണം നേരിട്ടതിനാൽ തൂക്കുപാല നവീകരണം മാധ്യമങ്ങൾ പോലും മറന്ന സാഹചര്യത്തിലാണ് തൂക്കുപാല സംരക്ഷണ സമിതി പ്രത്യേക സമരവുമായി രംഗത്തെത്തുന്നത്. അത് പൊതുപ്രവർത്തകരും ജനങ്ങളും ഏറ്റെടുത്തതോടെ തൂക്കുപാല നവീകരണത്തിന് തുടക്കം കുറിച്ചു. വിവിധ
ഫണ്ടുകളിൽ നിന്നും ഏകദേശം 1 കോടിയിൽ പുറത്ത് രൂപ ചിലവഴിച്ചാണ് പാലം നവീകരിച്ചത്. ഉപയോഗശൂന്യമായ എല്ലാ ഇരുമ്പ് കല്ലുകളും മാറ്റി സ്ഥാപിച്ചു. തുടർന്ന് നേരിട്ട വലിയ പ്രശ്നം കമ്പകത്തടിയുടെ അഭാവമായിരുന്നു. വനം വകുപ്പിന്റെ വാഴത്തോപ്പ്, കുളത്തൂപ്പുഴ ഡിപ്പോകളിൽ സൂക്ഷിച്ചിരുന്ന കമ്പകത്തടി പുരാവസ്തു വകുപ്പ് തന്നെ നേരിട്ട് വാങ്ങിയതോടെയാണ് പ്രശ്നം പരിഹരിച്ചത്. തുടർന്ന് കമ്പകത്തടിയുടെ ഗുണനിലവാരം ഉറപ്പിക്കുവാൻ പലകകളാക്കി പ്രത്യേകം സംസ്കരിച്ചു. തുടർന്ന് പാലത്തിൽ പാവുകയായിരുന്നു. കമ്പകത്തടി പിടിപ്പിക്കുന്ന പണികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കൂറ്റൻ കൽത്തൂണുകളിലെ പെയിന്റിംഗ് വർക്കുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ജനുവരി 15 പാലം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാം എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉദ്ഘാടനം കാത്ത് അഞ്ചൽ വനിതാ പരിശീലന കേന്ദ്രം 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് 10 ലക്ഷം രൂപ മുടക്കി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അഗസ്ത്യക്കോട് 10ാം വാർഡിൽ നിർമ്മിച്ച വനിതാ പരിശീലന കേന്ദ്രം പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടത്തുകയോ വനിതകൾക്കായി ഇത് തുറന്നു കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോഴും തൊഴിലുറപ്പുകാരുടെയും മറ്റും കമ്മിറ്റികൾ സമീപമുള്ള അംഗൻവാടിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് കൂടുന്നത്. ജനങ്ങൾക്കായി ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടം അടച്ചിട്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. 2 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. സ്ത്രീശക്തിക്കാർക്ക് ഒക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീശക്തിക്കാർ ആഴ്ച കമ്മിറ്റി ഉപയോഗിച്ച് അംഗൻവാടികൾ തന്നെയല്ല. അവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇത് നല്ല പ്രയോജനമായിട്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ ആദ്യഘട്ടങ്ങളിൽ ചോർച്ചയായിരുന്നു മൊത്തം. പിന്നെ അത് റീപ്ലാസ്റ്റിംഗ് ചെയ്ത് ഒരു റെഡിയാക്കി ഇട്ടേക്കുക. ലൈവ് വാർത്ത അഞ്ചൽ. സ്വർണ്ണപ്പള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 50,000-ൽ പുറത്തൊരു രൂപ പിടികൂടി. ഉറകുന്നിൽ വീണ്ടും വാഹനാപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽ പറ്റിയത്. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗുരുവന്ദനം പദ്ധതിയുടെ 1ാം വാർഷികം ആഘോഷിച്ചു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.